പാലക്കാട് നഗരസഭയിലെ ഉതുങ്ങോട് വാർഡിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി അബ്ദുൾ സുക്കൂർ നമ്മോടൊപ്പം ചേരുകയാണ്. സച്ചിൻ കൂടെ ചേരുന്നുണ്ട്, നമ്മുടെ പ്രതിനിധി സച്ചിൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഭദ്ര. സച്ചിൻ, എങ്ങനെയാണ് സ്ഥാനാർത്ഥിയോടൊപ്പമാണ് സച്ചിൻ ഉള്ളത്? അവർ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. എവിടെ വരെ എത്തിയ പ്രചാരണ പരിപാടികളൊക്കെ? ഇന്നിപ്പോൾ നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതിയൊക്കെയാണ്. മറ്റ് സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളും നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൾ, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്? ഭദ്ര, വലിയ ആവേശത്തിൽ തന്നെയാണ് പാലക്കാട് ഉള്ളത്. കാരണം പാലക്കാട് നഗരസഭ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി BJP ആണ് ഭരിക്കുന്നത്. അപ്പോൾ പാലക്കാട് നഗരസഭ തിരിച്ചു പിടിക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ LDFിൻ്റെ നേതൃത്വത്തിൽ പ്രചാരണം പാലക്കാട് ആരംഭിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പാലക്കാട് നഗരസഭയിലെ 37-ാം വാർഡിലെ ഒതുങ്ങോട് വാർഡിൽ മത്സരിക്കുന്ന അബ്ദുൾ സുക്കൂറിൻ്റെ പ്രചരണമാണ്. വലിയ രീതിയിലുള്ള ആവേശത്തിൽ തന്നെയാണ് അബ്ദുൾ സുക്കൂറിൻ്റെ പ്രചരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചത്തോളമായി അബ്ദുൾ സുക്കൂർ പ്രചരണം ആരംഭിച്ചിട്ട് ഇന്നലെയാണ് അബ്ദുൾ സുക്കൂറും അതേപോലെ തന്നെ പാലക്കാട് നഗരസഭയിലെ എല്ലാ ഇടതുപക്ഷ കൗൺസിലർമാരും നോമിനേഷൻ നൽകിയത്. എന്താണ് ഷുക്കൂർക്ക? നല്ല ആവേശകരമായ ഒരു തന്നെ തിരഞ്ഞെടുപ്പും എല്ലാ വീടുകളിലും നല്ല സ്വീകാര്യതയുണ്ട്. ഇടതുപക്ഷത്തിന് പൊതുവെ ഈ സർക്കാരിൻ്റെ 9 കൊല്ലത്തെ 10ാമത്തെ കൊല്ലമാകണല്ലോ, അതിൻ്റെ ഒരു സ്വീകാര്യത എല്ലാ വീടുകളിലും പോകുമ്പോഴുണ്ട്. തന്നെയാണ് പ്രചരണം. വികസനം മാത്രമല്ല, ജനക്ഷേമ പ്രവർത്തനമാണല്ലോ ഏറ്റവും പിന്നെ നമ്മുടെ 35 വയസ്സ് കഴിഞ്ഞവർക്ക് 1000 രൂപ പ്രഖ്യാപനം, അതുപോലെ തന്നെ പെൻഷൻ, ഇതൊക്കെ എല്ലാ വീടുകളിലും നല്ല എഫക്റ്റീവാണ്. നമ്മുടെ എതിരാളികൾ പോലും നമ്മളെ സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഗുണമാണ്. 2000 പെൻഷൻ കൊടുത്തു തുടങ്ങി. പിന്നെ അത് കൊടുത്തത് കൈകളിലെത്തുമ്പോൾ ഇതിനെക്കാട്ടി ആവേശമായിരിക്കും. അത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നല്ല ആവേശമായിരുന്നു. ഇതിനെക്കാട്ടിയും കൂടുതൽ ആവേശം ഉണ്ടാവും. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണ്, സർക്കാരിൻ്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ വീടുകളിൽ പോകുമ്പോൾ അവരുടെ അംഗീകാരം. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓരോ വീടുകളിലും അതിൻ്റെ സ്പന്ദനം അറിയുന്നുണ്ട്. ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ വികാരം ഓരോ വീടുകളിൽ പോകുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വണ്ണക്കര പ്രദേശത്ത് എപ്പോഴും പാർട്ടിക്ക് എല്ലാ പ്രാവശ്യവും പാർട്ടി വിജയിപ്പിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ കൂടുതൽ കരുത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പാലക്കാടിൻ്റെ വികസനം അത് എല്ലാവരും സ്വപ്നം കാണുന്നുണ്ട്. യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ BJPയുടെ ഭരണം ഈ നഗരത്തെ മുച്ചൂട് മുടിച്ചിട്ടുണ്ട്. ഈ കോടികൾ എന്ന് കണക്ക് പറയുകയല്ലാതെ ആ കോടികളൊന്നും ജനങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇപ്പോഴും തിരക്കേറിയ നഗരവീഥികളും അത് പൊട്ടിപ്പൊളിഞ്ഞ പാർക്കുകളും അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ടൗൺ ഹാളൊന്നും പൂർത്തീകരിക്കാൻ കഴിയാത്തത്, അതെല്ലാം ജനങ്ങൾക്കിടയിൽ നല്ല വികാരമുണ്ട്. ആ വികാരം പ്രതിഫലിപ്പിക്കും. ഇപ്രാവശ്യം BJP ഭരണത്തിലുണ്ടാകില്ല എന്ന് 100% ഉറപ്പിക്കാം. എങ്ങനെ ഉഷാറല്ലേ? ഉഷാർ തന്നെ, എല്ലാത്തിനും ഉഷാറാണ്. വിളിച്ച അപ്പം എത്തും. അങ്ങനെ തന്നെ രണ്ടാളും കുഴപ്പമില്ല. ഞങ്ങൾക്ക് അതന്നെ മോഹം. പ്രചരണം എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇനി ഒരു ഇതിൽ സ്ഥാനാർത്ഥികളെല്ലാം വന്നു തുടങ്ങിയ വീടുകളിൽ? ഇല്ല, വന്നിട്ടില്ല. അത് തന്നെ ആദ്യമായിട്ട് ഞങ്ങൾ തന്നെ തീർച്ചയായും വലിയ ആവേശം തന്നെയാണ് പാലക്കാട് നഗരസഭയിലുള്ളത്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ വികസനം തന്നെയാണ് പാലക്കാട് നഗരസഭയിൽ LDFിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം പ്രചരണത്തിൽ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഓരോ വീടുകൾ കയറും തോറും വലിയ രീതിയിലുള്ള സ്വീകാര്യത LDFിൻ്റെ സ്ഥാനാർത്ഥികൾക്കെല്ലാം ലഭിക്കുന്നുണ്ട്. അതായത് ഇത്തവണ പാലക്കാട് നഗരസഭയിലെ ഭരണം മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷ അല്ലേ? ഉറപ്പായിട്ടും ഇപ്രാവശ്യം BJPയുടെ ഭരണം ഇല്ലാതാകും എന്ന് തന്നെയാണുള്ള പ്രതീക്ഷ. ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്തുണ്ടാവും. ഇടതുപക്ഷത്തിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരും. അവർ കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായ വിശ്വാസം. അത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ജനങ്ങൾ വലിയ അംഗീകാരമാണ് ഇടതുപക്ഷത്തിന് തരുന്നത്. തീർച്ചയായും സ്ഥാനാർത്ഥിയുടെ കൂടെ പ്രചരണത്തിലുള്ള ആളുകൾ ചേർന്നിട്ട് എങ്ങനെ പോകുന്നു? വീട് കയറുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രതികരണം? വീട് കയറുമ്പോൾ നല്ല പ്രതികരണമാണ് എല്ലാവരുടെ അടുത്തുനിന്നും കിട്ടുന്നത്. എന്തായാലും ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിക്കും. എന്താണ് ഷുക്കൂർക്ക് സ്ഥാനാർത്ഥി അല്ലെങ്കിലും നമുക്ക് എല്ലാ കാര്യവും ചെയ്തു തരുന്ന ആളാണ്. അതുകൊണ്ടാണ് നമ്മളോടൊന്നും പറയേണ്ട വരേണ്ട ആവശ്യമില്ല. 5 വർഷം സെലീന ആണെങ്കിലും എല്ലാ കാര്യവും നമുക്ക് ചെയ്തു തന്നത് ഷുക്കൂർക്കയാണ്. അപ്പോൾ പിന്നെ അതിലൊരു സംശയമില്ല. നാടിൻ്റെ നായകനല്ല, എല്ലാം കൊണ്ടും സഹോദരനാണ്. 100% വിജയമാണ്.
ഭദ്ര നാടിൻ്റെ നായകൻ, അതേപോലെ തന്നെ സഹോദരൻ, ഈ വോട്ടർമാരുടെ എല്ലാം ഒരു സഹോദരൻ തന്നെയാണ് അബ്ദുൽ സുക്കൂർ എന്ന് തന്നെയാണ് വോട്ടർമാരും പറയുന്നത്. അതിനാൽ തന്നെ നല്ല രീതിയിൽ ആവേശത്തോടു കൂടെയുള്ള പ്രചരണം തന്നെയാണ് പാലക്കാട് നഗരസഭയിൽ LDFിൻ്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്.